ഇതെല്ലാരും ഇവിടെ കിടന്ന പൊതുജനം മൊത്തം സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള പ്രഖ്യാപനം വരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. ഞാൻ ദുബായിൽ ഇൻഗാസ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രവാസ സംഘടനയുടെ നാളെ ജില്ലാ പ്രസിഡന്റാണ്. ഞാൻ ഇലക്ഷന് വന്നാണ് ഈ സതീശന്റെ സത്യപ്രതിജ്ഞ തിരിച്ചു പോകണുള്ളൂ. എല്ലാവരും ഇവിടെ വന്നേക്കണ ലീഡേഴ്സിനേക്കാൾ കൂടുതൽ സാധാരണ പ്രവർത്തകരാണ് ഇവിടെ കൂടിയേക്കണത്. കൂടുതലും സതീശേട്ടൻ തന്നെയാണ് കേരള മുഖ്യമന്ത്രി. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ്, നിലപാടുകളുടെ രാജകുമാരൻ വി.ഡി. സതീശൻ തന്നെ 100% മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് സാധാരണക്കാരുടെ ആഗ്രഹം. ഇത് കോൺഗ്രസിന്റെ സാധാരണ എല്ലാ ആളുകളും അതാണ് ആഗ്രഹിക്കുന്നത്. നിലപാടുകളുടെ രാജകുമാരൻ വി.ഡി. സതീശൻ തന്നെ വരുമെന്നുള്ള സന്തോഷ വാർത്തയ്ക്കായി, ആ വെളുത്ത പുകയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 10 വർഷമായിട്ട് സാധാരണ ജനങ്ങള്, ഇവിടുത്തെ എല്ലാ UDF-ന്റെ പ്രവർത്തകരും വളരെ ആകാംക്ഷയോടുകൂടി ഒരു നേതൃത്വം, അതായത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കൂടെ അണിനിരന്നുകൊണ്ട് വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാ ജനങ്ങളും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഗുണം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രാവിലെ മുതൽ ഈ പ്രവർത്തകരെല്ലാം ഇവിടെ അക്ഷമയോടെ കാത്തിരിക്കുന്നത്. തീരുമാനം ഉടനെ ഉണ്ടാവും. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും. ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തും VDS എന്ന 3 അക്ഷരം. 1, വർഗീയതവാദികൾക്കെതിരെ ചെറുത്ത് നിന്ന് നിലപാടിന്റെ രാജകുമാരനായി കേരളത്തിനകത്ത് കെ കരുണാകരനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ചെറുത്ത് നിന്ന് നേതാവ് ചരിത്രത്തിന്റെ നാളുകളിൽ രേഖപ്പെടുത്തുന്ന ഒരു നിമിഷത്തിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിലെ ഒന്നാകെ ജനങ്ങളും കാത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ കൂടിയിരിക്കുന്ന ജനങ്ങളെ കണ്ടില്ലേ? ഒരാഴ്ചയായി കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് വി.ഡി. മുഖ്യമന്ത്രി ആവണമെന്ന്. കേരളത്തിലെ പാവപ്പെട്ട സാധാരണ പ്രവർത്തകരുടെ, ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകരുടെ ആഗ്രഹമാണ് വി.ഡി. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരണമെന്ന്. ആ ആഗ്രഹം ലാസ്റ്റ് നിമിഷത്തിലെങ്കിലും ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. അരമണിക്കൂറിനുള്ളിൽ എന്തായാലും തീരുമാനം ഉണ്ടാവും. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു വാർത്തയ്ക്ക് വേണ്ടി മൊത്തം ജനം കാതോർത്തിരിക്കുകയാണ്. ഞങ്ങളെ പറവൂക്കാരാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് 10-25 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ നിഴലായിട്ട് നടക്കുന്ന ഒരു വ്യക്തികളാണ്. ഞങ്ങളുടെയും ഈ കേരളത്തിലുള്ള മൊത്തം ജനങ്ങളുടെ ആഗ്രഹമാണ് വി.ഡി. സതീശൻ 1-ാം നമ്പർ കാറിൽ തിരുവനന്തപുരത്ത് നിന്ന് പറവൂർ വന്നിറങ്ങണമെന്ന് സർവേശ്വരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരും സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇത്തവണ മാത്രമല്ല, പാർട്ടിക്കാർക്ക് മാത്രം മുൻവശമാണ് പുള്ളി വന്നതിന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗീയത തുടച്ചു മാറ്റും കേരളത്തിനെ ഫുള്ളായിട്ട്. ഈ 5 വർഷം പിന്നീട് തുടർന്ന് 5 വർഷം ഭരണത്തിന് നമ്മൾ വരാൻ പറ്റും. പുള്ളിയാണെങ്കിൽ എല്ലാ കാര്യവും അതിന് കറക്റ്റായിട്ട് സംവിധാനം ചെയ്ത് പോവുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ബലം പിടിച്ചുകൊണ്ടിരിക്കുന്നത്.